അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാ അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരുപാട് ആളുകൾ എന്നാണ് മുഹറം 9-ന്റെയും 10-ന്റെയും നോമ്പ് അനുഷ്ഠിക്കേണ്ടത് എന്നുള്ളത് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇത്തവണ മാസപ്പിറവിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആശങ്കകൾ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. ഇത് കാണുന്നതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നമുക്കിവിടെ ഇത്തവണ മുഹറത്തിൽ അത് തിങ്കളാഴ്ചയാണ് മുഹറം 10 വരുന്നത്. അതുകൊണ്ട് തന്നെ ഞായർ മുഹറം 9 താസുആവും 10 തിങ്കളാഴ്ചയുമാണ്. അപ്പോൾ എങ്ങനെയാണ് ചില ആളുകൾക്കുള്ള ഡൗട്ട്, എന്താണ് സൗദി അറേബ്യയുമായി ഇപ്പോൾ ഇത്തവണ 2 ദിവസം വ്യത്യാസമുണ്ടല്ലോ, അവിടെ വെള്ളിയും ശനിയുമാണ് നോമ്പ് വരുന്നത്. നമുക്കാണെങ്കിൽ ശനിയും ഞായറുമല്ല, ഞായറും തിങ്കളുമാണുള്ളത്. എന്തുകൊണ്ടാണത്? അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ദുൽഹിജ്ജ തന്നെ, അതായത് ബലിപെരുന്നാളിൽ തന്നെ നമുക്ക് ശനിയാഴ്ചയാണ് ബലിപെരുന്നാൾ ഉണ്ടായിരുന്നത്. ദുൽഹിജ്ജ 10 ശനിയാഴ്ചയായിരുന്നു, അവർക്ക് അത് വെള്ളിയാഴ്ചയായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഓൾറെഡി നമ്മൾ പിന്നിലാണ് ഉണ്ടായിരുന്നത്. പിന്നീട് അവിടെ വീണ്ടും ദുൽഹിജ്ജയിൽ 29-ന് അവർക്ക് മാസം കാണുകയാണ്. എന്നാൽ ഇവിടെ കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം, അവിടെ കഴിഞ്ഞ വ്യാഴാഴ്ച ദിവസം മാസം കണ്ടില്ല. അങ്ങനെ വെള്ളിയാഴ്ച ദുൽഹിജ്ജ 30 പൂർത്തിയാക്കുകയും മുഹറം 1 ശനിയാഴ്ച ആരംഭിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ വരുന്ന ശനിയാണ് 8ാമത്തെ ദിവസം, 9 ഞായറും 10 അത് തിങ്കളാഴ്ചയുമാണ്. അതുകൊണ്ട് നമുക്ക് ആ ദിവസം നോമ്പെടുക്കാം. ഇനി ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള മാസപ്പിറവിയുടെ ആരംഭത്തിൽ ഇഷ്കാലുണ്ടെങ്കിൽ അവർക്ക് 3 ദിവസം നോമ്പെടുക്കാം. ഒരാൾ നാളെ ശനിയും ഞായറും തിങ്കളും ഒക്കെ നോമ്പെടുക്കുകയാണെങ്കിൽ അത് കുഴപ്പമൊന്നുമില്ല. കാരണം മുഹറം മാസത്തിൽ സുന്നത്ത് നോമ്പുകൾ വർദ്ധിപ്പിക്കുന്നത് ഏറെ ശ്രേഷ്ഠതയുള്ള മാസം കൂടിയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതല്ലാത്ത ആശങ്കകളൊന്നും നമുക്ക് ഈ വിഷയത്തിൽ ആവശ്യമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. വല്ലാഹു അലം. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഒരു കാര്യം ചോദിച്ചാണ്. എന്താ കാര്യം മക്കളെ? ഉസ്താദെ, ഇവന് സംശയം. ഇവന് എന്നെ കാണുമ്പോൾ സംശയമാണ്. പെണ്ണിട്ട കാലം മുതൽച്ചേ എന്താ സംശയമാണ്. ഉസ്താദെ, ഇത് ആ സംശയമല്ല. മുഹറം 9, 10 ശനിയും ഞായറും ആണെന്നാ എന്റെ അമ്മ പറയേണ്ടത്. എന്റെ അയൽവാസിയായി ഹംസവയസിന്റെ പെണ്ണുങ്ങൾ പറയേണ്ടതേ ഞായറും തിങ്കളും എന്നാണ്. ഏതാപ്പ ശരിക്ക്? ഒരു 2 കൂട്ടരും കൂടി തിരക്കൂടുണ്ട്. തിരക്കൂടാൻ അയക്കരുത്. അതിന് തക്കതായൊരു തീരുമാനം നിങ്ങൾ എടുത്തരണം. ഇന്റെ കുട്ടി ഇമ്മാനോട് പറഞ്ഞാണ്ടി, ഞമ്മക്ക് ശനിയാഴ്ച ഞായറാഴ്ച. ഹംസമൈസിലെ പെണ്ണുങ്ങളോട് പറഞ്ഞാണ്ടി, ഓൾക്ക് ഞായറാഴ്ച തിങ്കളാഴ്ചയാണ്. അതിന് തിരക്കൂടാൻ എത്തില്ല മക്കളെ. അതെ, ഇച്ച് പിന്നെ ഒരു സംശയം. ഞങ്ങൾ ഓരും തമ്മിലേ ഒരു മതിലിനെ മാറ്റലുള്ളൂ. എന്താ പിന്നെ ഇങ്ങനെ വരേണ്ടത്? അത് അബ്ബാസേ, ഉദയാസ്തമയത്തിന്റെ വ്യത്യാസമാണ്. നിങ്ങളോടെ ഉദയാസ്തമയത്തിന് മാതിരല്ല ഓരോട്ട് ഉദയാസ്തമയം.